11 ശ്ലോകത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ആ വിരാട പുരുഷൻ്റെ രോമകൂപങ്ങളിൽ ലയിച്ചിരിക്കുന്നു എന്ന് നാം കണ്ടു. 12 ശ്ലോകത്തിൽ ആ വിരാട പുരുഷൻ എവിടെയാണ് ശയിക്കുന്നത് എന്നും അവിടുത്തെ തേജസ് എങ്ങനെയാണെന്നും സൂത പൗരാണികൻ വിവരിക്കുന്നു. 12 ശ്ലോകം വിരാട പുരുഷൻ്റെ ശയനം. ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ ആധാരമായ ജലത്തെയും, അതായത് കാരണജലം, വിരാട പുരുഷൻ്റെ തേജസ്സിനെയും കുറിച്ചാണ്. ശ്ലോകം: സജൈവ പ്രളയേ കാലേ ജലേ വൈ നിമമജ്ജഃ തേജസാ പ്രജ്വലൻ സ്രഷ്ടാ കോടി സൂര്യ സമപ്രഭഃ. പദാനുപദ അർത്ഥം: സഹ, ആ, അതായത് വിരാട പുരുഷൻ, ചൈവ, നിശ്ചയമായും, ച പ്ലസ് ഏവ, നിശ്ചയമായും, പ്രളയേ കാലേ, പ്രളയകാലത്ത്, ജലേ, ജലത്തിൽ, വൈ, തീർച്ചയായും, നിമമജ്ജ, മുങ്ങിക്കിടന്നു, അതായത് ശയിച്ചു, ഹ, അപ്രകാരം, പ്രസിദ്ധമായ രീതിയിൽ, തേജസ, തേജസ്സുകൊണ്ട് അഥവാ ശോഭയാൽ, പ്രജ്വലൻ, ജ്വലിച്ചുകൊണ്ട് അഥവാ പ്രകാശിച്ചുകൊണ്ട്, സ്രഷ്ടാ, സൃഷ്ടികർത്താവായ ഭഗവാൻ, കോടി സൂര്യ സമപ്രഭഃ, കോടി സൂര്യന്മാരുടെ പ്രഭയ്ക്ക്, അതായത് തിളക്കത്തിന് തുല്യമായ പ്രഭയോട് കൂടിയവൻ. ഈ ശ്ലോകത്തിൻ്റെ സാരം: ആ വിരാട പുരുഷൻ പ്രളയകാലത്ത് കാരണജലത്തിൽ ശയിച്ചു. സൃഷ്ടികർത്താവായ അവിടുന്ന് കോടിക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിച്ചാലുണ്ടാകുന്ന അത്രയും തേജസ്സോടെ ആ ജലത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയവും ആത്മീയവുമായ ചില വശങ്ങളെ തൊട്ടുപോകുന്നു. കാരണജലം, കോശൽ ഓഷ്യൻ. എല്ലാ സൃഷ്ടിക്കും മുൻപുള്ള അവസ്ഥയെ പുരാണങ്ങൾ ജലം കൊണ്ട് അടയാളപ്പെടുത്തുന്നു. ഇത് നമ്മുടെ സാധാരണ ജലമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ എല്ലാ സാധ്യതകളും അടങ്ങിയ മൂലപദാർത്ഥമാണ്. കോടി സൂര്യപ്രഭ. ഭഗവാന്റെ തേജസ്സിനെ വർണ്ണിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ ഉപമയാണിത്. കോടി സൂര്യപ്രഭ. ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശനവേളയിലും സമാനമായ ഒരു വിവരണം നാം കാണുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഭൗതികമായ പ്രകാശത്തെയല്ല, മറിച്ച് അറിവിൻ്റെയും ചൈതന്യത്തിൻ്റെയും പരമമായ പ്രകാശത്തെയാണ്. പ്രളയത്തിലെ ജ്വലനം. ചുറ്റും ഇരുട്ടും പ്രളയജലവും ആയിരിക്കുമ്പോഴും ഭഗവാൻ തൻ്റെ സ്വയം പ്രകാശത്താൽ ജ്വലിക്കുന്നു. ഇതിനർത്ഥം പ്രപഞ്ചം ഇല്ലാതായാലും ബോധം അഥവാ കോൺഷ്യസ്നെസ് നശിക്കുന്നില്ല എന്നാണ്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നിന്റെ മനസ്സ് പ്രക്ഷുബ്ധമായ ചിന്തകളാൽ ഒരു പ്രളയ സമാനമായി മാറുമ്പോൾ നിന്റെ ഉള്ളിലെ ആത്മചൈതന്യത്തെ ധ്യാനിക്കുക. പുറത്തെ ഇരുട്ടിനെ ഭയപ്പെടേണ്ടതില്ല. കാരണം നിന്റെ ആത്മാവ് കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള ആ പരമാത്മാവിൻ്റെ അംശമാണ്. ആ തേജസ് എപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. 12 ശ്ലോകത്തിലൂടെ ഭഗവാന്റെ പ്രഭയെക്കുറിച്ച് നാം മനസ്സിലാക്കി. അടുത്ത ശ്ലോകത്തിൽ ഈ വിരാട പുരുഷൻ എത്രകാലം ഇപ്രകാരം ശയിച്ചു എന്നും അതിനുശേഷം എന്തുണ്ടായി എന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.